ഹലോ നമസ്കാരം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വ്യക്തമാക്കാൻ പോകുന്നത് മലയാളം ടൈപ്പിങ്ങിനെ കുറിച്ചാണ്. അതായത് വിൻഡോസിൽ എങ്ങനെ മലയാളം വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഇത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ആർട്ടിക്കിളാണ്. അതിൽ ഇപ്പോൾ ഒരുപാട് ടൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരുപാട് ഫയലുകൾ നിങ്ങൾക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആയാലും, വിൻഡോസിലെ ഏത് ആപ്ലിക്കേഷൻ ആയാലും അതിൽ മലയാളം ഈസിയായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ മൈക്രോസോഫ്റ്റ് മലയാളം ഫോണാറ്റിക് കീബോർഡിനെ കുറിച്ചാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് വന്നിട്ട് ഈ ലാംഗ്വേജ് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാം മലയാളം ഫോണാറ്റിക് കീബോർഡ്. ഞാൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ രീതിയിൽ നമുക്ക് മംഗ്ലീഷിൽ എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല. നിങ്ങൾ നേരെ മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിൽ പോവുക. ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൽ മൈക്രോസോഫ്റ്റ് ഇൻഡിക് ലാംഗ്വേജ് ഇൻപുട്ട് ടൂൾ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിൽ ഭാഷ ഇന്ത്യ ഡൗൺലോഡ് മൈക്രോസോഫ്റ്റ് എന്നൊരു ലിങ്കാണ്. ഈ ലിങ്ക് ഞാൻ ഓൾറെഡി ഈ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വരിക ഇങ്ങനെ ഒരു പേജിലായിരിക്കും. പിന്നെ അത് ഡൗൺലോഡ് ഇൻഡിക് ടൂൾസിൽ മലയാളം മാത്രമല്ല അവർ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഹിന്ദി മുതലുള്ള ഭാഷകൾ കൂടി തന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്നത് ഇൻഡിക് ഇൻപുട്ട് 3 എന്ന ഓപ്ഷനിലോട്ട് ചെല്ലുക. ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ കാണാം. വിൻഡോസ് 8 32 ബിറ്റ് 64 ബിറ്റ്. നിങ്ങൾ വിൻഡോസ് 8 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യൂസ് ചെയ്യുക. വിൻഡോസ് 7 തന്നിട്ടുണ്ട്. വിൻഡോസ് 7 32 ബിറ്റ് 64 ബിറ്റ്. പിന്നീട് XPക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇനി താഴോട്ടുള്ള ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യമില്ല, ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇനി വിൻഡോസ് 10 ആണെങ്കിൽ ഇങ്ങനെയല്ല ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആ മെത്തേഡ് ഞാൻ പറയാം. നിങ്ങളിപ്പോൾ വിൻഡോസ് 10 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലുള്ള മെത്തേഡ് ഞാൻ വഴിയെ വിശദീകരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ മലയാളം ഇതിൽ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം വിൻഡോസ് 8 7 യൂസേഴ്സ് ആണെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ വെർഷൻ അനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക. അതിന് ഹെൽപ്പ് ഫയലും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ഒരു 2 MB to 3 MB ഉള്ള ഒരു ഫയലായിട്ട് സിപ്പ് ഫയലായിട്ടാണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നെറ്റ് കണക്ഷൻ വേണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇത് വിൻഡോസ് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ .NET ഫ്രെയിംവർക്ക് വെർഷൻസും കൂടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക. ഇത് ഇപ്പോൾ 1.1 ആണ്. ലേറ്റസ്റ്റ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനനുസരിച്ച് 2 or 3 ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്ഷൻ ചോദിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ലാംഗ്വേജ് ബാറിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരും. ഇത് മാത്രമായിരിക്കില്ല തരുന്ന. മലയാളം ഫോണാറ്റിക്ക് മാത്രം ആദ്യം വരുന്ന മലയാളം ഇൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കീബോർഡായിരിക്കും തരിക. അത് നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രിഫറൻസിൽ പോയിട്ട് ചേഞ്ച് ചെയ്ത് ഫോണാറ്റിക് ആക്കി മാറ്റാം. ഇനി വിൻഡോസ് 10 എങ്ങനെ നമുക്ക് ഈ ഫോണാറ്റിക് ലാംഗ്വേജസ് ടൂള്, മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ലാംഗ്വേജ് ടൂള് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇതെനിക്ക് തോന്നുന്നത് CDAC-ഉമായിട്ട് സഹകരിച്ചിട്ട് മൈക്രോസോഫ്റ്റുകാർ വികസിപ്പിച്ചെടുക്കുന്ന ഒരു ടൂളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നമുക്ക് നോക്കാം. അപ്പോൾ അത് ലാംഗ്വേജസിൽ വിൻഡോസ് 10 എങ്ങനെ മലയാളം ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഞാൻ വിൻഡോസ് 10 ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ പോയിട്ട് ലാംഗ്വേജസ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ലാംഗ്വേജ് സെറ്റിങ്സ് പോവുക. ഇപ്പം മലയാളം ഇതിന് മാറ്റിയിട്ട് ഇംഗ്ലീഷ് ആക്കിയിരിക്കുക. ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ മലയാളം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രിഫേർഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഇംഗ്ലീഷ്, യുണൈറ്റഡ് സ്റ്റേറ്റ്, UK. നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രിഫേർഡ് ലാംഗ്വേജ് ഏതാണ് അതായിരിക്കും കാണിക്കുന്നത്. അതിൽ ആഡ് പ്രിഫേർഡ് ലാംഗ്വേജ് കൊടുക്കുക. ഇവിടെ സെർച്ച് ചെയ്തിട്ട് മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഭാഷ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതായത് മലയാളം വരും. ഇത് ഇതിനകത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് വരാത്തത്. അതിൽ നെക്സ്റ്റ് കൊടുത്തിട്ട് അത് പറയുന്നതിൽ പോലെ നെക്സ്റ്റ് കൊടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസിൽ പോവുക. ഇതിനകത്ത് ഇവിടെ നിങ്ങൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് വരും. മലയാളം ലാംഗ്വേജ് പാക്ക് ഇൻസ്റ്റലേഷൻ, മലയാളം ഫോണ്ട് ഇൻസ്റ്റലേഷൻ. അത് ഫിനിഷ് ചെയ്യുന്നത് വരെ കാത്തിരിക്കുക. ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഇൻ്റർനെറ്റ് വഴിയിട്ടായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ വരിക മലയാളം ഈ കീബോർഡായിരിക്കും. മലയാളം ഇൻസ്ക്രിപ്റ്റ് എന്നുള്ള കീബോർഡായിരിക്കും ഡിഫോൾട്ടായിട്ട് വരിക. അത് ഫോണറ്റിക് കീബോർഡ് അല്ല, അതായത് മംഗ്ലീഷ് ടൈപ്പിംഗ് കീബോർഡല്ല, അല്ലാതെയുള്ള നോർമലായിട്ടുള്ള ടൈപ്പിംഗ് കീബോർഡാണ്. അത് ടൈപ്പിംഗ് അറിയാവുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ആവശ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ
മലയാളം ഫോണാറ്റിക് ഇൻപുട്ട് മെത്തേഡ് എഡിറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് രണ്ടും ഇവിടെ ആഡ് ആവും. ഞാനിതിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടും ആഡ് ആവും. ഇതിൽ ഈ ഇൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് കൊടുത്താൽ നിങ്ങൾക്ക് ഫോണാറ്റിക് ഇൻപുട്ട് മാത്രമായിട്ട് വരും. അതാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വന്നിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ലാംഗ്വേജ് ബാറിനകത്ത് നമുക്ക് ആവശ്യമുള്ള 2 കീബോർഡ് മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കീബോർഡ് മിക്കവാറും യൂസേഴ്സിന് കൂടുതൽ കീബോർഡ് കണ്ടുവരാറുണ്ട്. അത് ഇവിടെ ഈ ലാംഗ്വേജ് പ്രിഫറൻസ് മാറിക്കിടക്കുന്നുണ്ടാണ്. നിങ്ങൾ സാധാരണ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാത്രം മതിയായിരിക്കും. നിങ്ങൾ റീജിയൺ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റാണ് സെലക്ട് ചെയ്യുന്നത്, ഇന്ത്യ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2-3 കീബോർഡുകൾ ഓപ്ഷൻസ് വരും. ഇംഗ്ലീഷ് ഇന്ത്യ വരും, ഇംഗ്ലീഷ് UK ഒക്കെ വരും. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻസിൽ പോയിട്ട് കീബോർഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ US QWERTY മാത്രം മതി നമുക്ക്. അങ്ങനെ നമുക്ക് ഇവിടെ 2 ലാംഗ്വേജസ് നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് മാത്രം വരും. ഇനിയുള്ളൊരു ഷോർട്ട് കട്ട് കീബോർഡ് ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ നിങ്ങൾ വിൻഡോസിൻ്റെ കീയും സ്പേസ് ബാറും കൂടി സെലക്ട് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീബോർഡിലോട്ട് പോകാൻ കഴിയും. അപ്പം ഇങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മലയാളം അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഇന്ത്യൻ ഭാഷ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് മറ്റ് തേർഡ് പാർട്ടി പ്ലഗിൻസിനേക്കാളും, പ്രത്യേകിച്ച് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസിനേക്കാളും ഒക്കെ കുറച്ചുകൂടി ഓപ്ഷൻസ്, വേർഡ്സിൻ്റെ ഓപ്ഷൻസ് ഇതിൽ തരുന്നുണ്ട്. ഇതിൽ ഞാനിപ്പോൾ മറ്റൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇപ്പം മംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടൈപ്പിങ്ങിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ, പ്രത്യേകിച്ച് അതായത് മംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അത് വരത്തില്ല. പകരം നമ്മൾ അതിന് കുറച്ച് ടൂൾസുകളുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു അതിനനുസരിച്ച് തന്നെ ടൈപ്പ് ചെയ്യണം. മംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്താൽ ഓപ്ഷൻസ് വരും. ഇതിലിപ്പം നിങ്ങൾക്ക് ആദ്യം തരുന്ന ഓപ്ഷൻസ്, പ്രത്യേകിച്ചും ഇതിൽ അവർ എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം വരുന്നത് അവർ എന്നായിരിക്കും വരിക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ശരിയാണെന്ന് തോന്നുന്നത് ആദ്യമേ സെലക്ട് ചെയ്താൽ പിന്നീട് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് മാത്രമേ വരത്തുള്ളൂ. ഇത് കണ്ടില്ലേ, അതിൽ ഞാൻ എന്നാണ് വരുന്നത്. അതിൽ ഞാൻ എന്ന് സെലക്ട് ചെയ്തിട്ട് ഇനി അതിന് ശേഷം ടൈപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ സെലക്ട് ചെയ്തത് മാത്രമേ വരത്തുള്ളൂ. എങ്കിലും ഇത് പൂർണ്ണമായും പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചില വേർഡ്സുകളൊക്കെ ഇപ്പോഴും ശരിക്കും ടൈപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ മറ്റ് ഫോണറ്റിക് കീബോർഡുകൾ, അതായത് മംഗ്ലീഷ് കീബോർഡുകൾ പോലെ വളരെ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് പാടാണ്. എങ്കിലും എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് കൂടുതൽ, പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് തരും. പിന്നെ ആദ്യം ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഇതിൻ്റെ ലേണിംഗ് കർവ് ഉണ്ട്. നമ്മൾ അതായത് ഈ പ്രോഗ്രാമും ലേൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ടൈപ്പിംഗ് സ്റ്റൈൽ. അതിനനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡ്സുകൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ശരിക്കുമുള്ള വേർഡ്സ് കറക്റ്റ് തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിന് വളരെ അത്ര ഹാങ് ഒന്നും ആവുന്നില്ല, നല്ല സ്പീഡിന് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റും തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗൂഗിൾ ഇൻപുട്ട് ടൂൾ നിങ്ങൾക്ക് PC-യിലോട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഓൺലൈൻ വെർഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മറ്റ് തരത്തിലുള്ള ഇൻസ്ക്രിപ്റ്റ്, ഇൻഡിക് കീബോർഡുകൾ, മറ്റ് സോഫ്റ്റ്വെയറുകളൊക്കെ തരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വളരെ വലിയ സൈസുമാണ്. കുറച്ച് അത്ര കൺവീനിയൻ്റ് ആയിട്ടല്ല അവർ പ്രോഗ്രാമിനെ ഒക്കെ അകത്തൊന്ന് യൂസ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇത് ഞാനിപ്പം ലിബ്ര ഓഫീസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേർഡിലായാലും നോട്ട് പാഡിലായാലും ടൈപ്പിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈവൻ ഫോട്ടോഷോപ്പിൽ വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഫോട്ടോഷോപ്പിലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഫോണ്ട് സ്പേസ് മാറും. അപ്പോൾ അത് യൂണിക്കോഡ് എന്ന് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ ഇതിനകത്ത് ഓൾറെഡി വിശദീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇവിടെ സെർച്ചിൽ പോലും നമുക്ക് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി വിൻഡോസിൻ്റെ തന്നെ ഇംഗ്ലീഷിൽ അത് സെലക്ട് ചെയ്ത് തരും. നമുക്ക് മലയാളം വേണമെന്നുണ്ടെങ്കിൽ മലയാളം സെർച്ച് ചെയ്യാം. അതിനനുസരിച്ച് വെബ് സെർച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം, ഓൾറെഡി നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇതിനെപ്പറ്റി എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാവുന്നതാണ്.